ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷിംല ആൻഡ് ദിസ് വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ചെറിയ യാത്രയുണ്ട്. യാത്രയെന്ന് വെച്ചാൽ കല്യാണം അല്ലേ റൈഹു? അപ്പോൾ ഒരു കല്യാണം നമ്മൾ വെറുതെ വിടാൻ പാടില്ല. നമ്മളെല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത്. കുറവാണ് അങ്ങനെ എല്ലാവരും കൂടി കല്യാണത്തിന് പോകുന്നത്. ചിലപ്പോൾ ഞാനും ഇക്കായുമായിട്ട് പോകും, ഇല്ലെങ്കിൽ ഞാനും പിള്ളേരുമായിട്ട് പോകും. അങ്ങനെയൊക്കെയാണ് ഓൾ ഫാമിലി കല്യാണത്തിന് പോകുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഇവർക്കിന്ന് അവധിയാണ്. സ്കൂൾ നാളെ തുറക്കുമല്ലേ റൈഹാനെ? 10 ദിവസത്തെ അവധിക്ക് ശേഷം സ്കൂൾ നാളെ തുറക്കും. അപ്പോൾ ഇന്നൊരു കല്യാണത്തിനൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. റെഡിയായി ഹിക്കായെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ. എവിടെ പോവുകയാണെങ്കിലും നമ്മളിങ്ങനെ റെഡിയായിട്ട് കുറേ നേരം കട്ട പോസ്റ്റായിരിക്കും ആസ് യൂഷ്വൽ. ഇന്നും അതുപോലെ തന്നെയാണ്. അപ്പോൾ ആൾ കുളിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും റെഡിയായിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്ത് വരാമെന്ന് വെച്ചു. കുറേ നേരമായിട്ട് ഞാൻ അന്നമ്മേനെ വിളിക്കുകയാണ് കേട്ടോ വീഡിയോയ്ക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ ഇതിലേ ഓടിയിട്ട് അതിലേ വരും, അതിലേ ഓടി ഇതിലേ പോവും, അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ എങ്ങോട്ടോ പോയി. എന്തായാലും കുറച്ച് നേരമായി ഒരുങ്ങിയിട്ടൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ഒരു കുട്ടി വിശേഷം നോക്കാം. കല്യാണവും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു കുഞ്ഞു വീഡിയോ. ഓക്കെ അനൂസേ, എവിടെ പോണ്? ലീലാമ്മയുടെ വീട്ടിലാ? കല്യാണത്തിന് പോകുന്നില്ലേ? നിനക്ക് ഏതാണ് ആഗ്രഹം? ലീലാമ്മയുടെ വീട്ടിൽ പോയി. കല്യാണത്തിന് വരുന്നില്ല? ബിരിയാണി കിട്ടും, ഐസ്ക്രീം കിട്ടും, ചിക്കൻ കിട്ടും, വല്ലതൊക്കെ വേണോ? വെരി ഗുഡ്. പറ, എവിടെ പോണ്? എവിടെയെങ്കിലും ഒരിടത്ത്. എന്തിനു കരയുന്ന? ആര്? ഒരു തുള്ളി കണ്ണീര് വരുന്നില്ലല്ലോ. കരയുമ്പോ കണ്ണീര് വരണ്ടേ? കുട്ടി അടികൂടൽ എല്ലായിടത്തും പതിവാണല്ലോ അല്ലേ? അപ്പോൾ അടികൂടലൊക്കെ കഴിഞ്ഞത് ഞാൻ വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം നമുക്ക് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും അന്നു ആക്റ്റീവായി കേട്ടോ. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ പോകാനായിട്ട് റെഡി ആവുകയാണെന്ന് വെച്ചാൽ ഇക്ക റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ റൈഹു ഷൂസൊക്കെ ഇടും. നമ്മൾ ഇവിടെ പണി നടക്കുമായിരുന്നല്ലോ, മതിലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ഇന്നും ആളുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഫുഡും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട, ഉച്ചവരെ ഉള്ളൂ. അപ്പോൾ അതിനുള്ള പണിയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ജോലിക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മണ്ണെടുത്തിടുവാണേ, ആ ഒരു ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും വരെയായി. നേരത്തെ വീഡിയോയിൽ നിങ്ങൾ ഇതിൻ്റെ ഒരു കെട്ടിയേക്കുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുമല്ലോ. മണ്ണൊക്കെ ഒരുപാട് എടുത്തിങ്ങോട്ടേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് അന്നമ്മ. വണ്ടി കയറി കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ അവസ്ഥ. വോമിറ്റ് ചെയ്യും. കാറിൽ കയറുന്ന ബസ് അങ്ങനെയുള്ളതിലൊക്കെ അന്നമ്മയ്ക്ക്. റൈഹൂനും ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇത് അടുത്തായിട്ട് റൈഹൂനും വല്ല പ്രശ്നമില്ല കേട്ടോ. സ്കൂൾ ബസ്സിലാണെങ്കിലും വലിയ ബുദ്ധിമുട്ടിയാണ് അന്നമ്മ രാവിലെ പോകുന്നത്. കയറിയപ്പോൾ മുതൽ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അതിൻ്റെ ഒരു സ്മെല്ല് പിടിക്കാതെ ചിലർക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ, വോമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വലിയ ബുദ്ധിമുട്ടാണ്. ഇവരെ കൊണ്ട് എവിടെയെങ്കിലും പോകാമെന്ന് പറയുന്നത്. രണ്ടുപേരും ഭയങ്കരമായിട്ട് ഛർദ്ദിക്കും. കവറും കൊണ്ട് മാത്രമേ പോകാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം കുറേ ഇങ്ങനെ പോയി റൈഹുവിന് ബസ് അത്ര പ്രശ്നമില്ല എന്ന് പറയും, പക്ഷേ കാറ് ഭയങ്കര പ്രോബ്ലമാണ്. സ്കൂട്ടിയിൽ ബൈക്കിലോ അല്ലെങ്കിൽ ഓട്ടോയിലോ ഒക്കെ പോകുന്നതാണ് കേട്ടോ അവർക്ക് സന്തോഷം. പണ്ട് എനിക്കും ഇതേ അവസ്ഥയായിരുന്നു. ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഛർദ്ദിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോഴും ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ എനിക്കൊരു തലവേദനയും മനമറുപ്പും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മളിതായി ഇവിടെ കടുവപ്പള്ളി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കടുവപ്പള്ളി കഴിഞ്ഞിട്ടുള്ള ഇടത്ത് വെച്ചിട്ടാണ്, അതായത് അവരെ തന്നെ ഓഡിറ്റോറിയം KTCT ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം. ഇവിടെ നമ്മൾ എത്തിയപ്പോഴത്തേക്കും 12:45 കഴിഞ്ഞ് കേട്ടോ. ഇക്കാടോടെ എവിടെ കല്യാണത്തിന് പോയാലും ലാസ്റ്റ് മിനിറ്റിൽ മാത്രമാണ് നമ്മൾ ഓഡിറ്റോറിയത്തിൽ ചെല്ലുന്നത്. അതായത് പെണ്ണും ചെറുക്കനൊക്കെ പോകാൻ ഇറങ്ങുന്ന ഒരു ടൈമിലായിരിക്കും നമ്മൾ ചെല്ലുന്നത് കേട്ടോ. പക്ഷേ ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നേരത്തെ പോയി കല്യാണമൊക്കെ കണ്ട് അതാണ് എനിക്കിഷ്ടം കേട്ടോ. ഇവർ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് കല്യാണം കഴിയുന്ന ഒരു ടൈമിലായിരിക്കും കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു രീതിക്കായിരിക്കും 11 മണിയൊക്കെ ആകുമ്പോൾ റെഡി ആയിട്ട് നിൽക്കുന്നത്. എങ്ങനെയൊക്കെ നോക്കിയാലും 1 മണിയാവാറാവും വരാൻ വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ തിരിച്ച് പോകാനായിട്ട് ഇറങ്ങുമ്പോഴായിരിക്കും നമ്മൾ കല്യാണത്തിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനൊന്നും ഇടം ഉണ്ടായിരുന്നില്ല. ഇങ്ങ് കൊണ്ടുവന്നിട്ട് 1/2 കിലോമീറ്റർ നടന്നിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ നല്ല മട്ടൻ ബിരിയാണിയും അതുപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇപ്പം ഒരു അച്ചാറുണ്ടല്ലോ, ഈത്തപ്പഴ അച്ചാർ. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ ഇതിന്. അപ്പോൾ ഞാൻ ഇവിടെ ചോറൊക്കെ കഴിച്ച് തീർന്നിട്ട് അച്ചാർ മാത്രം ഇങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നേ. ഒരു 3-4 തവണയെങ്ങാനും ഞാൻ അച്ചാർ എടുത്ത് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു മാഷാഅല്ലാഹ്. എനിക്ക് ചോറിനെക്കാട്ടി കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതായിരുന്നേ. അപ്പോൾ അന്നമ്മ അത്യാവശ്യം ആസ്വദിച്ച് ചോറൊക്കെ കഴിക്കുന്നുണ്ട്.
ആളിന് സീറ്റിൽ ഇരുന്നിട്ട് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ, എത്തത്തില്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാം കഴിച്ച് തീർന്നിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ അന്ന് കഴിച്ച് വരാൻ വേണ്ടി. എന്നിട്ട് ദേ ഇവിടെ ഐസ്ക്രീമൊക്കെ എടുത്ത് നടക്കുന്നുണ്ട്. ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ, കാരണം ഇങ്ങനെ കോരി വെച്ചിട്ട് ഈ ഒരു ഇതിൽ കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറച്ച് പാടാണല്ലോ, രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട്. അതും നല്ല വെയിലുമായിരുന്നേ. അപ്പോൾ ദേ ഇവിടെ ഐസ്ക്രീമൊക്കെ കുടിച്ച് നമ്മൾ കുറച്ച് കഥയൊക്കെ പറഞ്ഞ് കുറേ നാളായിട്ട് കാണാതിരുന്ന കുറച്ച് ബന്ധുക്കളെയൊക്കെ കണ്ടു. കല്യാണവും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ എല്ലാവരെയും ഒന്ന് കാണാൻ പറ്റുന്നത്. എന്നിട്ട് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. ഇറങ്ങിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിക്കുള്ള മഴയുണ്ടായിരുന്നു. കല്ലമ്പലമൊക്കെ കഴിയാറായപ്പോഴത്തേക്കും നല്ല മഴ കേട്ടോ. നല്ല മഴയെന്ന് വെച്ചാൽ അടിപൊളി മഴയായിരുന്നു. അപ്പോൾ ആ മഴയൊക്കെ കണ്ട് ഐസ്ക്രീമൊക്കെ കുടിച്ചു, വയറൊക്കെ വീത്ത് നല്ല ബിരിയാണി, മാഷാഅല്ലാ നല്ല ഫുഡായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ നേരെ പോവാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതുകൊണ്ട് തന്നെ റൈഹൂനും അന്നൂനും വൊമിറ്റ് ചെയ്യുമോ എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ, ഇനിയിപ്പോൾ വൊമിറ്റ് ചെയ്താലോ എന്നൊക്കെയുള്ളൊരു പേടി ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ലാതെ നമ്മൾ എത്താറായി. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. കല്യാണത്തിന് പോയിട്ട് ദേ ലുക്കിൽ ചെറിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കല്യാണത്തിന് പോയി വന്നു, വാപ്പാക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഞാൻ നമ്മുടെ ഹന്നത്ത് ഫാഷൻ ടെക്കിലേക്ക് ഇന്നലെ ഒരു ബ്ലൗസിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അപ്പോൾ ആ ഒരു ലുക്കാണ് കേട്ടോ ഇത്. നമ്മുടെ ഷോൾ എടുത്തിട്ട് ഞാൻ ബ്ലൗസ് തച്ചു. അമ്മച്ചിയുടെ സാരി ഒപ്പിച്ചായിരുന്നു, ആ സാരിയൊക്കെ കൊടുത്ത് ജസ്റ്റ്, എനിക്ക് സാരി കൊടുക്കാനൊന്നും അറിയത്തില്ല കേട്ടോ, ഒരു വിധം ഒപ്പിച്ച് സാരിയൊക്കെ കൊടുത്തിട്ടുള്ള ലുക്കാണ്. ഫുൾ ലുക്ക് എടുക്കാൻ പറ്റുമോയെന്നൊന്ന് നോക്കട്ടെ കേട്ടോ. എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് അറിയാൻ വയ്യ, ട്രൈ ചെയ്ത് നോക്കട്ടെ. ഫുൾ ലുക്ക് എടുക്കുക ടാസ്ക്കാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇത്രയും വരെ എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയട്ടോ. ഈ ഒരു ലൈനിനെ മാച്ച് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു സാരി ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത് ചേരുന്നുണ്ടോ, എനിക്ക് നന്നായിട്ട് ഉണ്ടോ എന്നൊക്കെ പറയേ. അപ്പോൾ ഇതാണ് നമ്മുടെ സാരി ലുക്ക്, എങ്ങനെയുണ്ടെന്നൊക്കെ പറയണം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് സാരി ഉടുക്കാൻ, പക്ഷേ എനിക്ക് ചേരുമല്ലോ എന്നൊന്നും എനിക്കറിയാത്തതുകൊണ്ട് ഞാനങ്ങ് മടിക്കും. പെട്ടെന്ന് എടുത്ത് ഉടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സംഭവമല്ലല്ലോ, കുറച്ച് ടൈം എടുക്കില്ലേ. പിന്നെ ഈ ഒരു ബ്ലൗസ് ഈ സാരിക്ക് ചേരുന്നുണ്ടോ, ഇത് ബ്ലൗസായിട്ട് ഇടാൻ കൊള്ളാവുന്നൊക്കെ ഒന്ന് പറയും കേട്ടോ. എനിക്ക് പേഴ്സണലി കുഴപ്പമൊന്നും തോന്നിയില്ല, ഇഷ്ടമായി. എനിക്ക് ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ബ്ലൗസും പ്ലെയിൻ ആയിട്ടുള്ള സാരിയൊക്കെ ഉടുക്കാനാട്ടോ ഇഷ്ടം. ഇതിപ്പോൾ പ്ലെയിൻ അല്ല, കുറച്ച് വർക്കൊക്കെ ഉണ്ട്, മടതാണ്. അവിടെ ഇവിടെയൊക്കെ അഴുക്കൊക്കെ പറ്റിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ കഴുകണം. അമ്മച്ചി നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതാണ്. അപ്പം ഇനി ഒന്ന് കഴുകി അയൺ ചെയ്ത് തിരിച്ചേൽപ്പിക്കാം അല്ലേ. ഒരു സാരിയും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അതിനൊരു ബ്ലൗസും കൂടെ സെറ്റാക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉടുത്ത് കുറച്ച് നേരം ഷോയൊക്കെ കാണിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് മടക്കി കൊണ്ട് വയ്ക്കും. അല്ലാണ്ട് ഉടുത്തോണ്ടൊന്നും ഞാൻ പോകുമെന്ന് തോന്നുന്നില്ല. ഇൻഷാ അല്ലാ ഇനിയിപ്പോൾ ഒരു ഫങ്ഷൻ വരാനിരിക്കുന്നുണ്ട്, അന്ന് ഉടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെയല്ല, അത് കുറച്ച് പാർലറിൽ പോയിട്ട് അവരെ കൊണ്ട് സാരി ഉടുപ്പിച്ച് ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അങ്ങനെയാണ് വിചാരിക്കുന്നത് കേട്ടോ. ഇൻഷാ അല്ലാ എത്രത്തോളം സക്സസ് ആവും, സമയമാകുമ്പോൾ എന്താവും ഒന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കഥകൾ അതൊക്കെയാണ്. റൈഹുവിന് ചെറിയൊരു ചുമ പോലെ ഉണ്ട്, കിടക്കുക കേട്ടോ, ഉറങ്ങിയെന്ന് തോന്നുന്നു. അന്നൂസ് പിന്നെ ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അന്നു കുറച്ച് ചോറൊക്കെ കഴിച്ചു. ഐസ്ക്രീമൊക്കെ ഇച്ചിരി പാടായിരുന്നു കേട്ടോ, അവൾക്ക് വണ്ടി കയറി വൊമിറ്റ് ചെയ്യുമെന്നുള്ള പേടിയുള്ളത് കൊണ്ട് എനിക്കും ഒരു പേടിയുണ്ടായിരുന്നു. ഐസ്ക്രീമൊക്കെ കുടിച്ച് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഛർദ്ദിക്കും. ഇത്തിരി ദൂരമേ ഉള്ളൂ കേട്ടോ ഇവിടെ നിന്ന്, എന്നാലും അവൾക്ക് ഇങ്ങനെ ആ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി വരും. അതിൻ്റേതായ ഒരു ടെൻഷൻ എനിക്കും അവൾക്കും ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. ഇനി നാളെ തൊട്ട് നമ്മൾ ബാക്ക് ടു സ്കൂളാണ്, പഴയ പോലെ ഓട്ടം തുടങ്ങും. ഞാൻ ശരിക്കും വിചാരിച്ചിരുന്നത് ഈ ഒരു 10 ദിവസം എനിക്ക് കുറേ സമയം കിട്ടും, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു 10 ദിവസം എനിക്ക് അത്രയും ഓട്ടപ്പാച്ചിലുള്ളൊരു സമയമായിരുന്നു കേട്ടോ. പിള്ളേർ വീട്ടിലായിരുന്നു, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ വിചാരിച്ചു. പിള്ളേർ വീട്ടിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കുറേ കൂടി ടൈം കിട്ടും, വീഡിയോസ് കുറച്ചും കൂടി എടുക്കാനൊക്കെ പറ്റുമെന്ന്. പക്ഷേ ഇല്ല കേട്ടോ, ഒന്നൊഴിയുമ്പോൾ വേറൊരു തിരക്കെന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കും. ഇത്രയും ദിവസം നല്ല തിരക്കായിരുന്നു. ഇനി നാളെ തൊട്ട് വീണ്ടും നമ്മൾ സ്കൂളിലേക്കുള്ള തിരക്കും കൂടി എടുക്കണം. രസമല്ലേ, ഒന്നും ചെയ്യാനില്ലാണ്ടിരിക്കുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളത് തന്നെയാണ്. അപ്പോൾ ഇനി നാളത്തേക്ക് ബുക്കും യൂണിഫോമും ഒക്കെ പൊടി തട്ടി എടുക്കണം. അന്ന് കൊണ്ടുവച്ചതാണ്, അതുപോലെ ഇരിപ്പുണ്ട്. ബുക്കൊന്നും കൈ കൊണ്ട് തൊട്ടിട്ടേ ഇല്ല, എവിടെയൊക്കെയാണെന്ന് നുള്ളി പറക്കി എടുക്കണം. അതുപോലെ തന്നെ യൂണിഫോമൊക്കെ കഴുകി അന്ന് കൊണ്ടുവച്ചാണ്. ഇനി ഒന്നും കൂടി എടുത്ത് കഴുകണ്ട, ഇനിയിപ്പോൾ അയൺ ചെയ്തെടുക്കാം. അങ്ങനെ
പിന്നെ എക്സാമാണ് അവർക്ക് ഇനിയിപ്പോൾ നെക്സ്റ്റ് വരാൻ പോകുന്നത്. അങ്ങനെ ഒരു യുദ്ധമാണ്. എനിക്ക് തോന്നുന്നു ഓണത്തിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടെൻഷൻ അങ്ങ് തീർന്നു കിട്ടിയേനെ. ഇനിയിപ്പോൾ ഒന്നേന്നിരുത്തി പഠിപ്പിക്കണം. എല്ലാം തലേന്ന് പോയിട്ടുണ്ടാവും. എല്ലാം ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ എന്താണ്, പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇന്നത്തെ നമുക്ക് കുഞ്ഞൊരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇനി എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അത്യാവശ്യം ജോലികളൊക്കെ ഇനി കിടക്കുന്നുണ്ട്. അടുക്കളയിലും ഒക്കെ ആയിട്ട് കുറേ അധികം ജോലികൾ കിടക്കുന്നുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അതേ ഈ സാരിയൊക്കെ മാറ്റണം. പറ്റുവാണെന്നുണ്ടെങ്കിൽ വേറൊരു സാരി ഉണ്ട് കേട്ടോ, അതും കൂടെ ഉടുത്തിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് ഷോയൊക്കെ കാണിച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് മാറ്റും കേട്ടോ. എങ്ങനെയുണ്ട്, എനിക്ക് ചേരുന്നുണ്ടോ എന്ന് പറയും കേട്ടോ. ചേരുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. അസ്സലാമു അലൈക്കും.